ഏതോ ജന്മകൽപ്പനയിൽ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്യാമ മുത്തശ്ശിയോട് അശ്വിനും ലാവണ്യയും തമ്മിലുള്ള വിവാഹത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് സമ്മതിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയോട് സംസാരിച്ച് കഴിഞ്ഞ് ശ്യാമും അഞ്ജലിയും സംസാരിച്ച് നിൽക്കുമായിരിക്കും. അന്നേരം മനോരമ വന്നിട്ട് അല്ല നിങ്ങൾ എന്ത് കാര്യം ഡിസ്കസ് ചെയ്യുന്നതെന്ന് ചോദിക്കുവാണ്. ആ സമയത്തായിരിക്കും ശ്യാമ പറയുന്നത് ഞങ്ങൾ ലാവണ്യയുടെ കാര്യം മുത്തശ്ശിയോട് പറയുമായിരുന്നു. എന്നിട്ടെന്തായി, അമ്മ അവരുടെ വിവാഹത്തിന് സമ്മതിച്ചോ എന്ന് മനോരമ ചോദിക്കുക. അന്നേരം ശ്യാം പറയണേ അങ്ങനെ പൂർണ്ണമായിട്ട് സമ്മതിച്ചിട്ടൊന്നുമില്ല, പക്ഷേ എങ്കിലും വിവാഹത്തിന് മുമ്പ് ലാവണ്യ കുറച്ച് ദിവസം ഈ വീട്ടിൽ നിൽക്കട്ടെ എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അതേക്കുമ്പോൾ മനോരമ അങ്ങ് ഷോക്കാകണേ. എന്തായി പറയുന്നത്, വിവാഹത്തിന് മുമ്പ് ലാവണ്യ ഇവിടെ നിൽക്കാനോ? അപ്പം പീപ്പിൾസ് ഓരോന്ന് പറയില്ലേ, അത് നമുക്കല്ലേ നാണക്കേട്. അന്നേരം ശ്യാം പറയണേ നമ്മളിപ്പം ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അശ്വിൻ ലാവണ്യയുടെ കൂടെ പോയി നിൽക്കും, അതല്ലേ നമുക്ക് കൂടുതൽ നാണക്കേടുണ്ടാക്കുന്നത്. അതുമാത്രമല്ല ലാവണ്യ ഇപ്പോൾ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ രീതികളൊക്കെ കണ്ടുപഠിച്ച് മുത്തശ്ശിയുടെ ഉള്ളിൽ അവളോടുള്ള ഒരു താല്പര്യക്കുറവ് അവൾക്കായിട്ട് തന്നെ മാറ്റാൻ പറ്റും. പിന്നെ പതിയെ കല്യാണത്തിലേക്കും മുത്തശ്ശിയെ നമുക്ക് കൊണ്ടെത്തിക്കാം. നമ്മൾ പറഞ്ഞാൽ അത് മുത്തശ്ശി കേൾക്കും. ലാവണ്യയ്ക്കും ഇവിടുത്തെ രീതികളും ചുട്ടകളും ഒക്കെ പഠിക്കുകയും ചെയ്യാം. അന്നേരം മനോരമ പറയണേ അങ്ങനെയെങ്കിൽ അങ്ങനെ, എന്നാണെങ്കിലും അശ്വിൻ്റെ ലാവണ്യയുടെ വിവാഹം എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതി. അത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ മോനെ എനിക്കൊരു രാജകുമാരിയെ കൊണ്ട് കെട്ടിക്കാൻ. പിന്നീട് കാണിക്കുന്നത് ശ്രുതി ഓഫീസിലേക്ക് പോകാൻ റെഡിയായി ഇറങ്ങുവാണ്. അങ്ങനെ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അമ്മായിയും ചേച്ചിയൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ശ്രുതി ഓഫീസിലേക്കാന്ന് പറയുക. ഇതേക്കുന്ന അമ്മായി ചോദിക്കണേ ഓഫീസിലേക്കോ? നിനക്കെന്താ പെണ്ണ വല്ല മറവി രോഗമുണ്ടോ? നീ അവിടുത്തെ ജോലിയൊക്കെ റിസൈൻ ചെയ്തല്ലേ, പിന്നെ എന്തിനാ നീ അങ്ങോട്ടേക്ക് പോകുന്നത്? അന്നേരം ശ്രുതി പറയണേ അത് പിന്നെ അമ്മായി എൻ്റെ ഒരു പ്രധാനപ്പെട്ട സാധനം അവിടെ വെച്ച് ഞാൻ മറന്നുപോയി, അതെനിക്ക് എടുക്കണം. അതെന്ത് സാധനമോ എന്ന് അമ്മായി ചോദിക്കുക. അന്നേരം ശ്രുതി പറയണേ അത് പിന്നെ എൻ്റെ കൃഷ്ണൻ്റെ വിഗ്രഹം, അത് ഞാനിരിക്കുന്ന ടേബിളിൻ്റെ മീതെയാണ് ഞാൻ വെച്ചത്, അതെടുക്കാൻ ഞാൻ മറന്നുപോയി. ഇന്ന് സൺഡേ അല്ലേ, അവിടെ കടലമിഠായി ഒന്നും ഉണ്ടാവില്ല, സെക്യൂരിറ്റിക്കാരൻ മാത്രമേ ഉണ്ടാവൂ. ഞാൻ ആ സെക്യൂരിറ്റി ചേട്ടനോട് പറഞ്ഞ് അകത്ത് കയറിയിട്ട് അതെടുത്തിട്ട് ഉടനെ തന്നെ വരാം. അങ്ങനെ പറഞ്ഞ് ശ്രുതി അവിടെ നിന്നും പോകുവാണ്. പിന്നീട് അശ്വിൻ ശ്യാമിൻ്റെയും അഞ്ജലിയുടെ റൂമിലേക്ക് വരുവാ. എന്നിട്ട് ഏട്ടന് തരാനായിട്ട് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു ഗിഫ്റ്റ് പ്രസൻറ്റ് ചെയ്യുവാണ്. അതിലപ്പോൾ ഒരു പെയർ വാച്ചായിരിക്കും. അന്നേരം ശ്യാം പറയണേ ഇത് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഉണ്ടല്ലോ, 2 ദിവസം ഇത് വാങ്ങിച്ചു വെച്ചിട്ട് ഇപ്പോൾ ഏട്ടന് തന്നെയും തോന്നിയത്. അങ്ങനെ ആ വാച്ചൊക്കെ ശ്യാം അഞ്ജലി ഇങ്ങനെ എടുത്ത് കയ്യിലൊക്കെ കിട്ടി നോക്കുന്നുണ്ട്. പിന്നീട് ലാവണ്യയും കൂട്ടി ഇവിടെ വന്ന് താമസിക്കുന്നതിനെ പറ്റിയും ശ്യാം സംസാരിക്കുന്നുണ്ട്. അത് ഞാൻ ലാവണ്യയെ അറിയിച്ചോളാം എന്ന് പറഞ്ഞ് അശ്വിൻ ഓഫീസിലേക്ക് പോകുവാണ്. ഈ സമയം കാറിൽ പോകുന്ന അശ്വിന് ലാവണ്യയുടെ കോൾ വരുവാ. സാർ, ഞാനിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് എനിക്ക് ഉടനെ തന്നെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും, എനിക്കിനി മറ്റൊരു വീട് നോക്കണം. അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് വേറൊരു വീട് വേണ്ടി വരും, അത് സാറിന് മാനേജ് ചെയ്യാൻ പറ്റുമോ? അന്നേരം അശ്വിൻ പറയണേ ലാവണ്യ ഞാൻ തന്നെ വിളിക്കാതിരിക്കുമായിരുന്നു, താൻ നാളെ തന്നെ ഡ്രസ്സൊക്കെ എടുത്ത് ബാക്കി ചെയ്ത് വെച്ചോ, നാളെ തന്നെ നമുക്ക് അവിടെ നിന്ന് മാറാം. അന്നേരം ലാവണ്യ ചോദിക്കണേ നാളെ തന്നെയോ? എങ്ങോട്ടേക്ക്? അതിന് വീടൊന്നും ശരിയായിട്ടില്ലല്ലോ. ആ സമയം അശ്വിൻ പറയണേ താൻ ഇനി മുതൽ കുറച്ച് നാളത്തേക്ക് എൻ്റെ വീട്ടിലാണ് താമസിക്കാൻ പോകുന്നത്. അന്നേരം ലാവണ്യ ചോദിക്കണേ എന്തൊക്കെയാണ് പറയുന്നത്, ഞാൻ നിൻ്റെ വീട്ടിലോ? അതെങ്ങനെ പോസിബിളാവും? കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം, നീ ഞാൻ പറഞ്ഞതുപോലെ റെഡിയായി നിൽക്കും. അങ്ങനെ പറഞ്ഞ് അശ്വിൻ കോൾ കട്ടാക്കുവാണ്. അങ്ങനെ ഓഫീസിലെത്തി ക്യാബിനിൽ ഇപ്പോൾ ഇരിക്കുമായിരിക്കും അശ്വിൻ. പെട്ടെന്നായിരിക്കും ശ്രുതിയുടെ ടേബിളിൽ ഒരു കൃഷ്ണൻ്റെ ആ വിഗ്രഹം ഇരിക്കുന്നത് അശ്വിൻ്റെ ശ്രദ്ധയപ്പെടുന്നത്. അങ്ങനെ അശ്വിൻ സെക്യൂരിറ്റിക്കാരനെ വിളിക്കുക. ഇത് ആരെവിടെ കൊണ്ടുവന്ന് വെച്ചത്? അന്നേരം അയാൾ പറയണേ അത് ശ്രുതി മാഡം വെച്ചതാ, കൊണ്ടുപോകാൻ മറന്നു കാണും. ആ സമയം അശ്വിൻ പറയണേ എന്താണെങ്കിലും ഇത് ആൾക്ക് എത്തിച്ചു കൊടുക്കാൻ നോക്ക്. അങ്ങനെ പറഞ്ഞ് അശ്വിൻ ക്യാബിനിലേക്ക് പോകുവാണ്. ഈ സമയം അയാൾ ആ വിഗ്രഹം അവിടെ നിന്ന് എടുത്തോണ്ട് പോകുന്നുണ്ട്. ഈ സമയത്തായിരിക്കും ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ആരുമില്ല, വേഗം തന്നെ പോയിട്ട് കൃഷ്ണനെ എടുക്കാം. അങ്ങനെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ അശ്വിൻ്റെ മുമ്പിൽ കൂടി പോകുവാണ്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും അവിടെ അശ്വിനായിരുന്നു നിന്നെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ പെട്ടെന്നൊന്ന് ഷോക്കാകണേ, ഈശ്വര കടലമിഠായി, ഇയാൾ എന്തിനാ ഞായറാഴ്ച ഇവിടെ വന്നിരിക്കുന്നത്? എന്നിട്ട് ശ്രുതി ടേബിളിൻ്റെ അങ്ങോട്ടേക്ക് പോയി അവിടെയെല്ലാം കൃഷ്ണൻ്റെ വിഗ്രഹം തപ്പുവാണ് കേട്ടോ. ഈ സമയം ആ സെക്യൂരിറ്റി ചേട്ടൻ അങ്ങോട്ടേക്ക് വരുവാ. ശ്രുതി മാഡം എന്താ ഇവിടെ? അന്നേരം ശ്രുതി പറഞ്ഞേ അത് പിന്നെ എൻ്റെ ഒരു പ്രധാനപ്പെട്ട സാധനം ഇവിടെ വെച്ച് ഞാൻ മറന്നുപോയി, അതെടുക്കാൻ വന്നതാ. ഈ സമയത്തെല്ലാം അശ്വിൻ ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരിക്കും. അന്നേരം ആ ചേട്ടൻ പറയണേ അതാണോ, അത് സാറ് ശ്രുതി മാഡത്തിന് എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞായിരുന്നു, ഇപ്പോൾ ഇവിടെ ആരുമില്ലാത്ത കാരണം ഞാൻ സ്റ്റോർ റൂമിൽ കൊണ്ടേ വെച്ചിരിക്കുക, മാഡം എൻ്റെ കൂടെ വാ, ഞാൻ എടുത്തു തരാം. അങ്ങനെ ശ്രുതി പോകാൻ തുടങ്ങുമായിരിക്കും. അന്നേരം അശ്വിൻ പറയണേ മിസ് ശ്രുതിലക്ഷ്മി, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, എൻ്റെ ക്യാബിനിലേക്ക് വരൂ എന്ന് പറഞ്ഞ് അശ്വിൻ അകത്തേക്ക് പോകുവാണ്. അന്നേരം ശ്രുതിയാണെങ്കിൽ ആകെ ഒന്ന് പേടിച്ച് വരച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സീൻ കാണിച്ച് എപ്പിസോഡ് തീരുവാണ്.